ഈ ലോകത്തിലേക്ക് നാം വരുമ്പോൾ ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഒന്നും നാം ഇവിടെ നിന്ന് കൊണ്ടുപോകുകയുമില്ല. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഇന്ന് നാം ഒരുമിച്ച് വീണ്ടും തിരുവചനം ശ്രദ്ധിക്കുവാൻ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അടുത്തു വന്നല്ലോ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിച്ച പല മഹാരഥന്മാരും, ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച പലരും പല സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ തൻ്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളോട് അടുത്തപ്പോൾ തൻ്റെ അനുയായികളോട് ഒരാവശ്യം ഉന്നയിച്ചു. അത് മറ്റൊന്നല്ല, താൻ മരിക്കുമ്പോൾ തൻ്റെ ഡെഡ് ബോഡി വെക്കുന്ന ആ കോഫിൻ ബോക്സിനകത്ത് 2 ഹോളുകൾ ഇടണം. തൻ്റെ ഡെഡ് ബോഡി വെക്കുമ്പോൾ തൻ്റെ 2 കൈകളും പുറത്തോട്ട് കിടക്കണം. അതിന് താൻ പറഞ്ഞത് ഇത് തന്നെ, ഇതേ ആശയമാണ്. ഞാൻ ഈ ലോകത്തിൽ എൻ്റെ കരങ്ങൾ കൊണ്ട് പലതും ഞാൻ വെട്ടിപ്പിടിച്ചു, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. അത് തെരുവീരുകളിൽ കൂടെ തൻ്റെ ബോഡി വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അനേകരത് ശ്രദ്ധിച്ചു. പ്രിയരെ, ഈ വാക്യം എത്രയോ ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിലേക്ക് നാം വരുമ്പോൾ ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഒന്നും നാം ഇവിടെ നിന്ന് കൊണ്ടുപോകുകയുമില്ല. എന്നാൽ ഈ ലോകത്തിലെ മഹാരഥന്മാർ പലരും പ്രതീക്ഷകൾ ബാക്കി വെച്ചും ചെയ്യുവാനുള്ളത് പലതും ഉണ്ട് എന്ന് ചിന്തിച്ചുമാണ് പലരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്. എന്നാൽ എൻ്റെ യേശു കർത്താവ് മാത്രം സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രതീക്ഷകൾ കൊടുത്താണ് യേശു കർത്താവ് മടങ്ങിയത്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും പ്രതീക്ഷയും അതാണ്, നമ്മുടെ നായകനായ യേശു മടങ്ങി വരും എന്നുള്ളത്. ഉലകത്തിലെ ഒരു മഹാരഥന്മാർക്കും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷകൾ കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആമേൻ, മറ്റൊരു സ്ഥലത്തെക്കുറിച്ച്, മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ നൽകി മടങ്ങിപ്പോയ അരുമനാഥനായ യേശു കർത്താവ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് എല്ലാം ഈ പ്രത്യാശയുണ്ട് എന്നുള്ളതാണ്. ആ പ്രത്യാശയുടെ ആഴമാണ് നമ്മെ കഷ്ടതയിലും വേദനയിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം നമുക്ക് നിൽക്കുവാനുള്ള ആർജവം, നിൽക്കുവാനുള്ള ശക്തി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തിരുവചനം ഓർപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യമായ ഒന്നിനു വേണ്ടിയാണ് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ദൈവത്തോട് കൂടെ വസിക്കുവാനുള്ള വാഞ്ച നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നാം ഒന്നും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും കഴിയത്തില്ല. ഇവിടെയുള്ള ധനാഢ്യന്മാർക്കും പാവപ്പെട്ടവനും ഒരുപോലെ 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ നമ്മുടെ മൂലധനം. ആ മൂലധനമാണ് നമ്മുടെ ആകെ സമ്പത്ത്. ഈ മണിമാളിക വിട്ട് നമ്മ ഒരു മണ്ണറയിലേക്ക് മറയും. അവിടെ ഒറ്റയ്ക്കാണ് നാം. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അവിടെ അവസാനിക്കുന്നു. പ്രിയരെ, ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുമ്പോൾ ഈ സന്ദേശം ശ്രവിക്കുന്ന, പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ജനനവും മരണവും വിലപ്പെട്ടതാണ്, ജീവിതം അതിനേക്കാൾ വിലപ്പെട്ടതാണ്. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മാത്രമേ വലിയ പ്രതീക്ഷയുടെ തുറമുഖത്തേക്ക്
നമുക്ക് പോകുവാൻ കഴിയും. അതുകൊണ്ട് ഈ സന്ദേശം, ഈ വാക്യത്തിന്റെ പ്രസക്തി ഇതാണ്: നാം ഒന്നുമില്ല എന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആയുസ്സിന്റെ എത്ര ദൈർഘ്യം ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ അവർ ഒരു യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം: ഞാനൊന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. വെട്ടിപ്പിടിച്ച പലതും ഈ ലോകത്തിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പോൾ നാം മറ്റൊന്നുകൂടെ അറിഞ്ഞിരിക്കണം: ക്രിസ്തുവിനെ കൂടാതെയാണ് നാം മടങ്ങുന്നെങ്കിൽ നമുക്ക് ഒരു നിത്യ മരണമുണ്ട്. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരു നിത്യജീവനുണ്ട്. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നൽകുന്ന പ്രത്യാശയുടെ തീരം അണയുമ്പോൾ വലിയ പ്രതീക്ഷകളോടെ നമുക്ക് ആ നിത്യരാജ്യത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. അതാണ് ഈ സന്ദേശത്തിന്റെ മുന്നറിയിപ്പ്, ഈ വാക്യത്തിന്റെ പ്രസക്തി. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.